കേന്ദ്ര ബജറ്റിൽ ടൂറിസം മേഖലയിലെ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക കേരളത്തിനെന്ന് വിലയിരുത്തൽ. കേന്ദ്ര ബജറ്റിൽ ഹോം സ്റ്റേകൾക്ക് മുദ്രാ വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് കേരളത്തിലെ ഹോം സ്റ്റേ ഉടമകൾ. ഈ മേഖലയിലേക്ക് കടന്നു വരാനിരിക്കുന്ന പുതിയ സംരംഭകർക്കും ഇത് ഏറെ ആശ്വാസം. കേരളത്തിൽ മാത്രം 7000-ലധികം ഹോം സ്റ്റേകൾ പ്രവർത്തിക്കുന്നുണ്ട്. അനധികൃതമായി പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകൾ വേറെയും. ഇവർക്കെല്ലാം ആശ്വാസം നൽകുന്ന പ്രഖ്യാപനമാണ് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ നടത്തിയത്. ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കാൻ മികച്ച പദ്ധതികൾ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നു. ഈ പദ്ധതികളുടെ അത്രയും ഗുണം ലഭിക്കുന്നത് കേരളത്തിനും. പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങൾ അനവധി ഉണ്ടെങ്കിലും ഈ സ്ഥലങ്ങളിൽ താമസിച്ച സമയം ചിലവഴിക്കാൻ പലയിടത്തും സൗകര്യങ്ങളില്ല. ഹോം സ്റ്റേകളെ മുദ്രാ വായ്പാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാവുകയാണ്. നിലവിൽ ഹോം സ്റ്റേകൾക്ക് മാത്രമായി പ്രത്യേക വായ്പാ പദ്ധതികളില്ല. മറ്റേത് ബാങ്കിലെ പോലെയും വായ്പ എടുക്കാം. അമിത പലിശയാണ് ഇതിന് ഈടാക്കിയിരുന്നതും. എന്നാൽ മുദ്രാ വായ്പ വരുന്നതോടെ കുറഞ്ഞ പലിശയിൽ 1 കോടി രൂപ വരെ സംരംഭകന് ലഭിക്കും. ഈ പ്രഖ്യാപനത്തെ ആവേശത്തോടെയാണ് കേരളത്തിലെ ടൂറിസം മേഖല ഏറ്റെടുത്തിരിക്കുന്നത്. ടൂറിസം മേഖലയ്ക്ക് പുതിയ സ്പോട്ടുകൾ, അത് 50 സ്പോട്ടുകൾ എങ്ങാണ്ട് പുതിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ലോണുകൾ ടൂറിസം മേഖലയ്ക്ക് അനുവദിക്കുന്നതൊക്കെ വളരെയധികം പ്രതീക്ഷ ഉള്ള കാര്യമാണ്. കേന്ദ്ര ഗവൺമെൻറ് പ്രോജക്റ്റ് ആയതുകൊണ്ട് പ്രാബല്യത്തിൽ വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതോടൊപ്പം കൂടുതൽ പഴയ ടൂറിസം കേന്ദ്രങ്ങളിൽ പുതിയ പ്രോജക്റ്റുകൾ കൂടി അനുവദിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. പ്രാദേശിക ടൂറിസം മേഖലയുടെ വികസനത്തിനൊപ്പം കൂടുതൽ സംരംഭകരും ഈ മേഖലയിലേക്ക് കടന്നു വരുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം അനധികൃത ഹോം സ്റ്റേകളുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനും കഴിയും. മുദ്രാ വായ്പ ലഭിക്കണമെങ്കിൽ ടൂറിസം വകുപ്പിന്റെ ശുപാർശ വേണമെന്നതാണ് ഇതിനാധാരം. ഈ സാഹചര്യത്തിൽ ഇക്കൂട്ടർ അംഗീകാരം നേടാൻ നിർബന്ധിതരാകും. പ്രധാനപ്പെട്ട 50 ടൂറിസം കേന്ദ്രങ്ങൾ സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ വികസിക്കുമെന്ന കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനം ഏറ്റവും ഗുണകരമാവുക കേരളത്തിലാണ്. മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനുള്ള നിർദ്ദേശത്തിലും ടൂറിസം കേന്ദ്രങ്ങളിലെ കണക്ടിവിറ്റികൾ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശത്തിലും കേരളത്തിന് പ്രതീക്ഷ വയ്ക്കാം. അടിസ്ഥാന സൗകര്യം, വൃത്തി എന്നിവ ആധാരമാക്കി സംസ്ഥാനങ്ങൾക്ക് ഇൻസെന്റീവ് നൽകുമെന്ന പ്രഖ്യാപനം കേരള സർക്കാർ ഏറ്റെടുത്താൽ കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളുടെ മുഖച്ഛായ തന്നെ മാറ്റാനാകും. ഈ പ്രഖ്യാപനങ്ങളെല്ലാം ഫലപ്രാപ്തിയിൽ എത്തിക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ നടത്തുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ജനം, ഇടുക്കി.